أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعلموا أنما غنمتم من شيء فإن لله خمسه وللرسول ولذي القربى واليتامى والمساكين إلى آخر الآية. ഒമ്പതാമത്തെ ജുസുവിൻ്റെ അവസാനം ഗനീമത്ത് സ്വത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അപ്പോൾ അവിടെ ഗനീമത്ത് സ്വത്തിനെ കുറിച്ച് നമ്മൾ പരാമർശിച്ചിരുന്നു. ഈ സൂറത്തിന് പേര് വരാനുണ്ടായ കാരണവുമെല്ലാം. ഇവിടെ ഗനീമത്ത് സ്വത്ത് എങ്ങനെയാണ് വീതിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ജുസു തുടങ്ങുന്നത്. അതിൻ്റെ സാരം ഇങ്ങനെയാണ്: ഗനീമത്ത് സ്വത്ത് 1/5 ആദ്യം എടുത്ത് മാറ്റുക. ശേഷം വരുന്ന 4/5 ഭാഗം അത് മുജാഹിദീങ്ങൾക്കുള്ളതാണ്, യോദ്ധാക്കൾക്കുള്ളതാണ്. ഈ 1/5 അതെടുത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അതിനെ ചെലവഴിക്കുക. അതിൽ ഫഇന്ന ലില്ലാഹി ഖുമുസഹു എന്ന് പറഞ്ഞതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അതിനെ കൃത്യമായി ചെലവഴിക്കുക. അപ്പോൾ അതിലൊരു ഓഹരി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, ഒരു ഓഹരി നബിതങ്ങളുടെ കുടുംബക്കാർക്ക്. ഇതെല്ലാം ഈ 1/5 നിന്ന് മാത്രമാണ്. 1/5 വ്യത്യസ്ത ഓഹരികളാക്കുകയാണ്. അപ്പോൾ ഒരു ഓഹരി നബിതങ്ങളുടെ കുടുംബക്കാർക്ക്, ഒരു ഓഹരി യതീമീങ്ങൾക്ക്, ഒരു ഓഹരി നിർധരരായ പാവപ്പെട്ട ജനങ്ങൾക്ക്, ഒരു ഓഹരി യാത്രക്കാരായ ആൾക്കാർക്ക്. ഈ രീതിയിൽ ആ 1/5 മാത്രം വീതം വെക്കുക. ബാക്കി 4 ഭാഗം മുജാഹിദീങ്ങൾക്ക് വീതം വെക്കുക. ഈ രീതിയിലാണ് ഗനീമത്തിനെ വീതിക്കേണ്ടത് എന്നാണ് ഈ ജുസുവിൻ്റെ തുടക്കത്തിലൂടെ പറഞ്ഞു വരുന്നത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തിൻ്റെ ആ രംഗം നമുക്ക് വിശദീകരിച്ച് തരികയാണ്. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്. അപ്പോൾ അത് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ നമ്മൾ ഓതുമ്പോഴും ആ തഫ്സീർ ഓതുമ്പോഴും ആ രംഗം നമ്മുടെ മുന്നിൽ വരുന്ന രീതിയിൽ അല്ലാഹു അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആദ്യം ഈ യുദ്ധം പെട്ടെന്ന് ഉണ്ടായതാണ്. ഒരു പ്രീ പ്ലാൻ വെച്ചുണ്ടായതല്ല, നേരത്തെ തീരുമാനിച്ചതല്ല ഇങ്ങനൊരു യുദ്ധം നടക്കണമെന്ന്. അത് മുശ്രിക്കീങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഇല്ലാതായി പോകാൻ ഉള്ള സാധ്യത കൂടുതലായിരുന്നു. ഉദാഹരണത്തിന് അബൂ സുഫിയാൻ്റെ സംഘം അവർ കടലോര പ്രദേശത്തൂടെ പോയി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കച്ചവട സംഘങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് അവർ പിൻവലിയേണ്ട സാധ്യതയുണ്ടായിരുന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് നേരത്തെ തയ്യാറാകാത്തത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആയുധങ്ങളാണെങ്കിലും അവരുടെ മൃഗങ്ങളാണെങ്കിലും ഒന്നും തന്നെ ആരുടെ കയ്യിലും ഇല്ല, എണ്ണത്തിലും വളരെ കുറവാണ്. അപ്പോൾ ഈ യുദ്ധം എങ്ങനെയെങ്കിലും മുടങ്ങാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അള്ളാഹു തീരുമാനിച്ചത് ഇത് യൗമുൽ ഫുർഖാൻ, ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിയുന്ന ദിവസമാകണം ഇന്നേ ദിവസം. അതുകൊണ്ട് ഈ യുദ്ധം നടക്കുക തന്നെ വേണം. അപ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ സഹായം മുസ്ലിമീങ്ങൾക്കുണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യുദ്ധം നടക്കാനുള്ള സാധ്യതകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുകയാണ്. അതിലൊന്നാണ് നബിതങ്ങൾക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു. സ്വപ്നത്തിൽ പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ ശത്രുക്കളുടെ സൈന്യം കുറവായിട്ടാണ് കണ്ടത്. പക്ഷെ അതിൻ്റെ വ്യാഖ്യാനം മറ്റൊന്നാണ്. വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ ശത്രുക്കൾ പരാജയപ്പെട്ടു പോകുമെന്നാണ് വ്യാഖ്യാനം. പക്ഷേ ഇത് എണ്ണത്തിൽ കുറവായിട്ട് കണ്ടു. ആ സ്വപ്നം അങ്ങനെ തന്നെ നബിതങ്ങൾ എന്ത് ചെയ്തു? സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ കാഫിരീങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ ജമാഅത്തും എണ്ണത്തിൽ കുറവായിട്ട് തന്നെയാണ് കാണിച്ചത്. കാരണം അവരെന്തായാലും എന്ത് ചെയ്യാൻ വേണ്ടി? യുദ്ധത്തിലേക്ക് ചാടി വരാൻ വേണ്ടി. അപ്പോൾ യുദ്ധം നടക്കണം, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് 2 കൂട്ടർക്കും, മുസ്ലിമീങ്ങൾക്കും നേരിട്ടും ശത്രുക്കളെ കണ്ടപ്പോൾ അവർ എണ്ണത്തിൽ കുറവായിട്ടാണ് തോന്നിപ്പിച്ചത്. കാഫിരീങ്ങൾക്കും അവരെണ്ണത്തിൽ കുറവായിട്ടാണ് എന്ത് ചെയ്തത്? തോന്നിപ്പിച്ചത്. ഈ രീതിയിൽ ഈ യുദ്ധം നടക്കുക തന്നെയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഇവിടെ വിജയത്തിൻ്റെ 4 അടിസ്ഥാന ഘടകം, ഒരു യുദ്ധം വിജയിക്കണമെങ്കിൽ 4 അടിസ്ഥാന ഘടകങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അത് എല്ലാ കാലത്തേക്കുമുള്ളതാണ്, ബദറിന് മാത്രമുള്ളതല്ല. ഒന്നാമത്തത് യുദ്ധക്കളത്തിൽ അടിയുറച്ച് നിൽക്കുക. എന്ത് സംഭവിച്ചാലും യുദ്ധക്കളത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? പേടിച്ച് തിരിഞ്ഞോടരുത്.
രണ്ടാമത്തെ അള്ളാഹുവിൻ്റെ ദിക്ർ കൂടുതലായിട്ട് ചെല്ലുക, അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിൻ്റെ ദിക്ർ നമ്മൾ മുഴുകുക കൂടുതലായിട്ട്. മൂന്നാമത് നമ്മളുടെ ഇടയിൽ പരസ്പരം ഭിന്നതയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഒരു കാരണവശാലും മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഭിന്നതയോ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകരുത്. അത് ശത്രുക്കൾക്ക് ശക്തി പകരുന്നതാണ്, നമ്മൾക്ക് പരാജയപ്പെടാൻ കാരണമാകും. നാലാമത്തത് എന്തെങ്കിലും മുസീബത്തോ പ്രശ്നങ്ങളോ വന്നാൽ ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളതാണ്. ഈ രീതിയിൽ ഉള്ള നിർദ്ദേശങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നൽകുന്നു. അങ്ങനെ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ കാഫിരീങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവർക്കും വലിയ താല്പര്യമില്ലായിരുന്നു യുദ്ധത്തിലേക്ക് വരാൻ. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു സംഭവം അതുമായി ബന്ധപ്പെട്ട് സുറാഖയുടെ ഒരു സംഭവം അതിലേക്ക് ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഷെയ്ത്താൻ ഈ സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് ഈ ശത്രുക്കളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കാൻ, യുദ്ധത്തിന് പോകാൻ വേണ്ടി കൂടുതലായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ കബീല ബക്കർ എന്ന് പറഞ്ഞൊരു ബക്കർ ഗോത്രക്കാരുണ്ട്. ഇവരും ഈ പറയപ്പെട്ട മക്കയിലെ മുശ്രിക്കീങ്ങളും തമ്മിൽ എപ്പോഴും അടിയാണ്, യുദ്ധമാണ്. ഇവർക്കൊരു ഭയമുണ്ടായിരുന്നു, ഇപ്പം അബൂ സുഫിയാൻ്റെ സംഘം മക്കയിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ മദീനയിലേക്ക് പുറപ്പെട്ടു പോവുകയാണ് എങ്കിൽ ഇവിടെ ആരും ഉണ്ടാകില്ല. അപ്പോൾ എന്തു ചെയ്യും? ഈ ബക്കർ ഗോത്രക്കാർ വന്ന് നമ്മുടെ മക്കയെ ആക്രമിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ബക്കർ ഗോത്രത്തിൻ്റെ ഒരു നേതാവായ സുറാഖ, ആ സുറാഖയല്ല യഥാർത്ഥത്തിൽ, ഷെയ്ത്താൻ സുറാഖയുടെ രൂപത്തിൽ വന്നെന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അത് ആയത്ത് നമ്മൾ ഓതി വരുമ്പോഴും നമുക്ക് മനസ്സിലാകും കൃത്യമായിട്ട് അത് ഷെയ്ത്താൻ്റെ പദ്ധതിയായിരുന്നു എന്ന്. അവിടെ ഷെയ്ത്താൻ വന്നിട്ട് പറയും, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അക്രമം ഉണ്ടാകില്ല, മാത്രമല്ല ഞാൻ നിങ്ങളോടൊപ്പം ഈ യുദ്ധത്തിന് പങ്കെടുക്കാൻ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്, ഞാൻ ഫുൾ ഗ്യാരണ്ടിയാണ് എന്ന് സുറാഖ വന്ന് പറയുന്ന രംഗമുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ സുറാഖ വന്നു, അങ്ങനെ അയാൾ യുദ്ധരണാങ്കണത്ത്, അതായത് ബദറിൽ വന്നു കഴിയും. അപ്പോൾ വന്നതിന് ശേഷം ആ രംഗം കാണുമ്പോഴത്തേക്ക് അദ്ദേഹം എന്തു ചെയ്യും? അവിടെ നിന്ന് പിന്തിരിഞ്ഞു പൊക്കളായി. അപ്പോൾ അവിടെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഫലമ്മ തറാഅത്തിൽ ഫിഅത്താനി നഖസ അലാ അഖിബൈഹി വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗൻ ഇന്നി അഖാഫുല്ലാഹ്. നിങ്ങൾ കാണാത്ത എന്തൊക്കെയോ ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയാണ്, ഞാൻ അള്ളാഹിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അയാൾ പിന്നോട്ട് വലിയുകയാണ്. അതായത് മലക്കുകളുടെ ശക്തി അവിടെ കണ്ടു. അപ്പോൾ അങ്ങനെ മലക്കുകളുടെ ശക്തി കണ്ടു, അദ്ദേഹം പിന്നോട്ട് വലിഞ്ഞു. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ മദീനയുടെ അടുത്ത ഭാഗത്ത് അതായത് ബദർ എന്ന് പറയുന്ന ഒരു താഴ്വരയാണ്. ഈ താഴ്വര ഏകദേശം മദീനയിൽ നിന്ന് 130 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ മദീനയോടടുത്ത് നിൽക്കുന്ന ഭാഗത്താണ് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തത്? നിന്നത്. മക്കയോടടുത്ത് നിൽക്കുന്ന ഭാഗത്താണ് കാഫിരീങ്ങൾ നിന്നത്. ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഈ സന്ദർഭത്തിലാണ് പരസ്പര ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത്. പിന്നെ അങ്ങനെ അദ്ദേഹം പിന്തിരിഞ്ഞോടി. പിന്നെ ഇവരുടെ ഇടയിൽ ഏറ്റുമുട്ടലുണ്ടായി. അങ്ങനെ ഏറ്റുമുട്ടലുണ്ടായി. ശക്തമായ ഏറ്റുമുട്ടലിൽ 70ഓളം നേതാക്കന്മാർ അവരുടെ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ 70ഓളം പേര് തടവിൽ പിടിക്കപ്പെട്ടു. ഇതിൽ മലായിക്കത്തുകളുടെ വിഷയവും ഈ ഖുർആൻ്റെ ഈ ആയത്തിൻ്റെ ഇടയിലൂടെ വിഷയം പറയുന്നുണ്ട്. അവരുടെ അടി, മലായിക്കത്തുകളുടെ അടി ഇവർക്ക് കിട്ടുന്നുണ്ട് എന്ന്, ഈ കാഫിരീങ്ങൾക്ക്. അതായത് മരണത്തോടടുക്കുമ്പോൾ അവരുടെ അടി കിട്ടുന്നുണ്ട്. ആ രീതിയിലാണ് ഇവർ മരിക്കുന്നത് എന്നും ഈ പരിശുദ്ധ ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിനുശേഷം മുനാഫിക്കീങ്ങളുടെ വിഷയമാണ്. അവരെ സംബന്ധിച്ച് തുടക്ക സമയത്ത് തന്നെ ബദറിൻ്റെ യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യുന്നു? മുസ്ലിമീങ്ങളെ പരമാവധി വിലക്കിയിരുന്നു. നിങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല, കാരണം ഇങ്ങനെ പുറപ്പെട്ടു പോകരുത്, ഒന്നുമില്ല, ആയുധമില്ല, ഒന്നുമില്ല. പിന്നെ അവരാഗ്രഹിച്ചു യുദ്ധം നടന്നാൽ മുസ്ലിമീങ്ങൾ ഇതോടെ തീരും, കാരണം ചെറിയൊരു സംഘമല്ലേ എന്ന്. അപ്പോൾ അവരുടെ പരാജയം, മുനാഫിക്കീങ്ങൾക്കുണ്ടായ പരാജയം 49-ാമത്തെ ആയത്തിൽ ആ വിഷയം എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. മുനാഫിക്കീങ്ങൾക്ക് സംഭവിച്ച പരാജയത്തെ സംബന്ധിച്ചും ഇത് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം എന്ന് തുടങ്ങുന്ന ആയത്തിൽ. എന്തായാലും ഇവർ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം ജൂതന്മാർ
അവരുടെ കരാറുകൾ മുറിച്ചതുമായി, കരാറുകൾ ഉടച്ചു കളഞ്ഞതുമായ സംഭവങ്ങൾ, ആ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് അടുത്ത ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ യുദ്ധം അങ്ങനെ വിജയിച്ചതിന് ശേഷം മുസ്ലിമീങ്ങളോടായിട്ട് പറഞ്ഞ വാക്കാണ് വഇദ്ദു ലഹും മസ്തതഅ്തും മിൻ ഖുവ്വ. കഴിവിൻ്റെ പരമാവധി നമ്മൾ എപ്പോഴും ഇനി യുദ്ധത്തിന് സജ്ജരായിരിക്കണം. ഈ യുദ്ധം കൊണ്ട് തീരുന്നില്ല, ബദർ കൊണ്ട് തീരുന്നില്ല. ശത്രുക്കൾ എന്ത് ചെയ്യില്ല, ഈ പരാജയം ഏറ്റുവാങ്ങിയത് കൊണ്ട് ഇനി അവർ പരാജയപ്പെട്ട് പുറകോട്ട് ഒരിക്കലും പോകില്ല. ഇനിയും അവർ അടുത്ത തന്ത്രവുമായി, അടുത്ത പദ്ധതിയുമായി അവർ വീണ്ടും വരും. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും സജ്ജരായിരിക്കണം. അതിനുവേണ്ടി, യുദ്ധത്തിന് വേണ്ടിയുള്ള എന്തെല്ലാം സാമഗ്രികളുണ്ടോ അതെല്ലാം നിങ്ങൾ ഒരുമിച്ച് കൂട്ടണം. വഇദ്ദു ലഹും മസ്തതഅ്തും മിൻ ഖുവ്വ. അപ്പം ആ ആയത്തിലൂടെ മുസ്ലിമീങ്ങൾക്ക് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശ്രദ്ധയോടുകൂടെ ഇനിയുള്ള കാലഘട്ടം, ഇനിയുള്ള വർഷങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. ഏത് സമയത്തും ജിഹാദ് വരും, ജിഹാദിന് വേണ്ടി നിങ്ങൾ ഫുൾ തയ്യാറായിരിക്കണം. ഇത് ആ കാലഘട്ടത്തിനോടുള്ള മാത്രമല്ല, മുസ്ലിമീങ്ങളോടായിട്ട് മൊത്തത്തിൽ പറയുന്നതാണ്. ഏത് സമയത്തും നമ്മൾ സജ്ജരായിരിക്കുക, അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പൂർണ്ണമായും ഏത് സമയത്തും നമ്മൾ സജ്ജരായിരിക്കുക. നമ്മളുടെ ശത്രുക്കൾ, മുസ്ലിം സമുദായത്തെ ശത്രുക്കൾ ആക്രമിക്കാൻ വരികയാണ് എങ്കിൽ ഒരു കാരണവശാലും നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ നേരത്തെ ഒരുക്കിയിരിക്കണം എന്നുള്ളതാണ് അടുത്ത ആയത്തിലൂടെ പറയുന്നത്. എന്നാൽ അവിടെയും പറയുന്നൊരു വാക്കുണ്ട്, വൈൻ ജനഹൂലിസൽ. ഒരാൾ സന്ധിയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മുശ്രിക്കീങ്ങളായ സമുദായം അല്ലെങ്കിൽ മറ്റുള്ള മതക്കാർ വന്ന് നമ്മളുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുകയാണ്. നമ്മൾ തമ്മിൽ യുദ്ധം വേണ്ട, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കില്ല, ഒരു കാരണവശാലും നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ശത്രുതയുമില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും സന്ധിയിലേക്ക് വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുന്നതിന് കുഴപ്പമില്ല. ഫജ്നഹ് ലഹാ വതവക്കൽ അലല്ലാഹ്. എന്നിട്ട് അള്ളാഹു നമ്മൾ ഭരമേൽപ്പിക്കുക. അവർ ഇനി അവരുടെ സന്ധിയിൽ പറഞ്ഞ കരാറുകൾ അവർ ഉടയ്ക്കുകയാണെങ്കിൽ പിന്നെ അത് അടുത്ത വിഷയമാണ്. പക്ഷേ അങ്ങനെ കരാറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കരാർ സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിനുശേഷം ഒരു വിഷയമാണ്, മുസ്ലിമീങ്ങൾക്ക് ഈ പറയപ്പെട്ട ശത്രുപക്ഷത്തുള്ള ശക്തി കണ്ട് ഭയപ്പെടരുത്, ഏത് സമയത്തും മുസ്ലിമീങ്ങൾ സജ്ജരായിരിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യം കർശന നിർദ്ദേശങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിരുന്നത്. അതായത് നിങ്ങളിൽ 10 പേരും അവരിൽ 100 പേരാണെങ്കിൽ പോലും നിങ്ങൾ എന്തായിരിക്കണം, യുദ്ധത്തിന് സജ്ജരായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ നിർദ്ദേശം. അതായത് നിങ്ങളിൽ 20 പേരും അവരുടെ ഭാഗത്ത് നിന്ന് 200 പേരുമാണെങ്കിൽ അപ്പോഴും നമ്മൾക്ക് യുദ്ധം ചെയ്യാൻ നിർബന്ധമാണ്. നമ്മൾ ഏറ്റുമുട്ടേണ്ട തന്നെ വരും. അല്ലാതെ ശത്രുക്കൾ വന്നു എന്നതിൻ്റെ പേരിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള അനുവാദമില്ല. ശത്രുക്കളോട് നമ്മൾ ഏറ്റുമുട്ടണം. പക്ഷേ ഇതല്പം കടുപ്പമായിരുന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ഘട്ടത്തിൽ തന്നെ ആയത്തിറക്കി കുറച്ച് ലഘുവാക്കി, ഇരട്ടി. അതായത് 100 പേരും 200 പേരും, അല്ലെങ്കിൽ 1000 പേരാണെങ്കിൽ 2000 പേര്, അത്രയും ശത്രുപക്ഷത്ത് 2000 പേരും നിങ്ങൾ 1000 പേരാണ്. ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്തിരിഞ്ഞു പോകാൻ അനുവാദമില്ല, നിങ്ങൾ അവരോട് പോരാടുക തന്നെ ചെയ്യണം എന്നുള്ള ആയത്ത് പിന്നെ ഇറങ്ങി. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബദറിൽ തടവിൽ പിടിക്കപ്പെട്ട 70 പേരുടെ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കണം. ഈ വിഷയത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മശ്വറ ചെയ്തു സഹാബാക്കളോട്. 2 അഭിപ്രായം വന്നു. ഒരഭിപ്രായം ഇവർക്ക് വധശിക്ഷ നൽകുക എന്നുള്ളതാണ്. കാരണം ഇവർ നമ്മുടെ ശത്രുക്കളാണ്. ഈ വധശിക്ഷ നൽകുന്നതിൻ്റെ പേരിൽ ശത്രുക്കൾ ഒന്നടങ്കം തകർന്നു പോകും, ശത്രുക്കളുടെ മുന ഒടിയും എന്ന അർത്ഥത്തിൽ അഭിപ്രായം പറഞ്ഞ് സഹാബാക്കളുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലയുടെ അഭിപ്രായം അതായിരുന്നു. എന്നാൽ മറ്റൊരു കൂട്ടം സഹാബാക്കളുടെ അഭിപ്രായം അങ്ങനെയല്ലായിരുന്നു. ഇവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഫിദിയ വാങ്ങിയിട്ട് ഇവരെ തിരിച്ചയക്കുക. അതായത് മോചനദ്രവ്യം. ഇവരെ നമ്മളിപ്പം നമ്മുടെ തടവിലാണല്ലോ ഉള്ളത്. അപ്പോൾ അവർ മോചനദ്രവ്യം തന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, പോകാം. അങ്ങനെ മോചനദ്രവ്യം തന്ന് പോകാം എന്നുള്ള തീരുമാനം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു. അപ്പോൾ ഈ തീരുമാനം എടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിനകത്ത് ഈ തീരുമാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിർത്തി അറിയിക്കുകയാണ് അടുത്ത ആയത്തിലൂടെ. കാരണം മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ അവരുടെ മുന ഒടിക്കാത്തിടത്തോളം കാലം, അവരെ തകർക്കാത്തിടത്തോളം കാലം, അവരുടെ രക്തം ഭൂമിയിൽ ഒഴുക്കാത്തിടത്തോളം കാലം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. മോചനദ്രവ്യം മേടിച്ചിട്ട് അവരെ തിരിച്ചുവിടാൻ പാടില്ലായിരുന്നു.
അള്ളാഹുവിൻ്റെ തീരുമാനം മുൻകൂട്ടിയുള്ള തീരുമാനം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെടുത്ത ഈ തീരുമാനത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നു പോയേനെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ശത്രുക്കൾ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശത്രുരാജ്യത്ത് വീണ്ടും ഇവർ പോയി വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും വീണ്ടും ഇവർ ശക്തി പ്രാപിക്കുകയും വീണ്ടും മുസ്ലിമീങ്ങൾക്കെതിരെ വീണ്ടും യുദ്ധത്തിന് വരികയും ചെയ്യും. അത് സംഭവിക്കുകയും ചെയ്തു. അതായിരുന്നു ഉഹുദ്. അവിടെയാണ് മുസ്ലിമീങ്ങൾക്ക് ഭയങ്കരമായ നഷ്ടം നേരിടേണ്ടി വന്നത്. 70ഓളം സഹാബാക്കൾ ഷഹീദായി. അപ്പോൾ അതിൻ്റെ ഒരു സൂചന ഈ സമയത്ത് തന്നെ കിട്ടി. അപ്പം ശത്രുക്കളുടെ മുന ഒടിക്കാതെ ഒരിക്കലും മോചനദ്രവ്യം എന്ത് ചെയ്ത് വാങ്ങരുത്. അപ്പോൾ ഇത് ആ സമയത്തുള്ളതാണ്. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, സൂറത്തുൽ മുഹമ്മദിൽ ആയത്ത് വരുന്നുണ്ട്, ഇപ്പോൾ ഈ നിയമം അങ്ങനെയല്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ പറയപ്പെട്ട ശത്രുക്കൾക്ക് മോചനദ്രവ്യം വാങ്ങി അവരെ തിരിച്ചു വിടുന്നതിന് പ്രശ്നമൊന്നുമില്ല. അവരിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങി നമുക്ക് തിരിച്ചു വിടുന്നതിന് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് പൂർണ്ണമായും ബോധ്യം ഉണ്ടാകണം, ഇനി ഇവരുടെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും അക്രമം ഉണ്ടാകില്ല, അവർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്, അവരുടെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പൂർണ്ണം എന്തിനാണ് ഉറപ്പ് ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട് ഫിദിയ വാങ്ങി അവരെ വിടുന്നതുമായി ബന്ധപ്പെട്ട ആയത്താണ് അതുമായി ബന്ധപ്പെട്ട ആയത്താണ് ശേഷം വന്നിരിക്കുന്നത്. അതിനുശേഷം മുഅ്മിനീങ്ങളും അതിൽ ഹിജ്റ ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർ പരസ്പരം മിത്രങ്ങളാണ്. അവർ ഐക്യത്തോടെ നിൽക്കണം. കാഫിരീങ്ങളെ സംബന്ധിച്ച് അവർ പരസ്പരം ബാലുഹും മൗലിയ ഉബാലും, അവരും പരസ്പരം മിത്രങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ നിങ്ങൾ കരുതിയിരിക്കണം എന്നുള്ളതും, അതിനുശേഷം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ പരിശ്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിക്കൊണ്ട് വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാ, അപ്പോൾ അവർക്ക് അല്ലാഹുവിൽ നിന്ന് പാപമോചനമുണ്ട്, മാന്യമായ ഉപജീവനം അല്ലാഹു നൽകും എന്നുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം സ്നേഹത്തോടുകൂടെ കഴിയണം, വർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത സൂറത്താണ് സൂറത്തുൽ ബറാഅ. അതിൻ്റെ മറ്റൊരു പേരാണ് സൂറത്തു തൗബ എന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ജീവിതത്തിൽ ഇറങ്ങിയ സൂറത്താണ്. മാത്രമല്ല ഫതഹു മക്കയ്ക്ക് ശേഷമാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. 8-നാണ് ഫതഹു മക്ക ഉണ്ടാകുന്നത്. അപ്പം 8-ന് ഫതഹു മക്ക ഉണ്ടാകുന്നു. അതിനുശേഷം 9-ന് ആദ്യമായിട്ട് മുസ്ലിമീങ്ങളുടെ ജമാഅത്ത് ഹജ്ജിന് പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജമാഅത്താണ് ഹജ്ജിന് പോകുന്നത്. രണ്ടാമത്തെ ഹജ്ജാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന ദുൽഹജ്ജ് 10-ൻ്റെ ഹിജ്റ 10-ൻ്റെ ഹജ്ജ്. അപ്പോൾ ഹിജ്റ 9-ൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുകയാണ്. അപ്പോൾ ഈ സൂറത്ത് ഫതഹു മക്കയ്ക്ക് ശേഷം അവതരിച്ചതായതുകൊണ്ടും അതുപോലെ തന്നെ അറബിലുള്ള എല്ലാ ഗോത്രക്കാരും ഓരോരോ ഗോത്രക്കാരും വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി. അവരെ നോക്കുന്നത് മക്കാ മുശ്രിക്കീങ്ങളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള യുദ്ധം, അതിലൊരു തീരുമാനം വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം മുസ്ലിമാകണോ വേണ്ടോ എന്ന്. മക്കാ മുശ്രിക്കീങ്ങൾ വിജയിക്കുകയാണ്, മുസ്ലിമീങ്ങളെ തകർക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ മുസ്ലിമീങ്ങൾ മക്കാ മുശ്രിക്കീങ്ങളെ തകർത്തു, അവരെ പരാജയപ്പെട്ട് ഇസ്ലാം അവർ നാട് വിട്ടുപോയ അവരുടെ നാട് അവർ കീഴടക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇസ്ലാമിലേക്ക് കടന്നു വരാമെന്ന് ഒരുപാട് ഗോത്രക്കാരിങ്ങനെ കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സമയത്താണ് ഫതഹു മക്ക ഉണ്ടാകുന്നത്. അന്ന് വലിയ യുദ്ധങ്ങളൊന്നും ഉണ്ടായില്ല. മുശ്രിക്കീങ്ങൾ പരാജയം ഏറ്റുവാങ്ങുകയാണ്. അപ്പം അത് 8-ന് ഹിജ്റ 8-നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനു മുമ്പ് 6-ന് ഒരു സന്ധി ഉണ്ടായിരുന്നു. മുശ്രിക്കീങ്ങളുമായിട്ടൊരു സന്ധിയിൽ ഏർപ്പെട്ടിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുദൈബിയ സന്ധി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ സന്ധിയിൽ പറയപ്പെട്ട നിബന്ധനകൾ എല്ലാം തന്നെ മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലവും അതുപോലെ തന്നെ മുശ്രിക്കീങ്ങൾക്ക് അനുകൂലവുമായിരുന്നെങ്കിൽ പോലും ഈ നിബന്ധനകൾ അവർ പൂർത്തിയാക്കിയില്ല. മുശ്രിക്കീങ്ങൾ അത് പലതവണയായിട്ട് ആ നിബന്ധനകൾ അവർ ഉടച്ചു. അങ്ങനെയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു സംഘവുമായിട്ട് മക്ക കീഴ്പ്പെടുത്താൻ പോവുകയും അവിടെ വലിയ യുദ്ധങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ എല്ലാവരും പരാജയം സമ്മതിച്ച് അങ്ങനെ മക്ക ഇസ്ലാമിൻ്റെ കീഴിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ ഫതഹു മക്ക വന്ന സമയത്ത് പിന്നെ വലിയ ചെറുത്തുനിൽപ്പുകളൊന്നും തന്നെ ഉണ്ടായില്ല. പിന്നെ ആകെ ഉണ്ടായത് ബനു ഹവാസിൻ ഗോത്രത്തിൽപ്പെട്ട ഒരു ഗോത്രമുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് ശാഖകളുണ്ട് ആ ഗോത്രത്തിന്. അപ്പോൾ ഈ ശാഖകളിലുള്ള ഈ ഗോത്രക്കാർ മുഴുവനും ഒരുമിച്ച് കൂടി ഏകദേശം 10-24,000 പേര് അടങ്ങുന്ന വലിയ ഒരു സംഘം മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഫതഹു മക്കയ്ക്ക് ശേഷം വന്നു. ഇതിനാണ് ഹുനൈൻ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അത് മക്കയുടെ അടുത്ത് തന്നെയാണ്. സംഘം ഏകദേശം തായിഫിൻ്റെ ചില ഗോത്രക്കാരൊക്കെ ഈ പറയപ്പെട്ട ബനു ഹവാസിനിൽ പെട്ടതാണ്. അപ്പോൾ ഈ സംഘം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഘത്തെ ആക്രമിക്കാൻ വന്നു ഫതഹു മക്കയ്ക്ക് ശേഷം. പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സംഘത്തെ 12,000 പേരടങ്ങുന്ന ഒരു
ജമാഅത്ത് അവരുടെ സംഘത്തെ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. അങ്ങനെ ഏകദേശം യുദ്ധങ്ങളുടെ ആ ശൃംഖല അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇസ്ലാമിലേക്ക് പിന്നെ കടക്കുകയാണ്, ഇസ്ലാമിലേക്ക് വരികയാണ്. ഇസ്ലാമിലേക്ക് വന്നു. മുസ്ലിമീങ്ങളുടെ എണ്ണം ഓരോ ദിവസവും 100ഉം 200ഉം പേരാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പിന്നെ പല പ്രദേശങ്ങളിൽ നിന്നും വലിയ വലിയ ജമാഅത്തുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. സൂറത്തു നസ്റിൽ ഫറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്ന് പറഞ്ഞതൊക്കെ ഈ ഫതഹ് മക്കയ്ക്ക് ശേഷമാണ്. അപ്പോൾ അങ്ങനെ വലിയ വലിയ സംഘങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുശ്രിക്കീങ്ങളുമായിട്ടും പല ഗോത്രങ്ങളുമായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കരാറുണ്ട്. അപ്പോൾ ആ കരാർ അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം ജസീറത്തുൽ അറബിൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളല്ലാത്ത മറ്റുള്ള ചിഹ്നങ്ങൾ പാടില്ല. കാരണം ഇസ്ലാമിനൊരു മർക്കസ് വേണം, ഇസ്ലാമിനൊരു കേന്ദ്രം വേണം. ആ കേന്ദ്രത്തിൽ ഒരു മുസ്ലിം അമുസ്ലിം ഇടപഴകിയുള്ളൊരു കൾച്ചറാണ് എങ്കിൽ അത് കാലാകാലം നിന്നു പോകൂല. ഒരു കാലത്ത് മുസ്ലിമീങ്ങൾ മഗ്ലൂബാകും, മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറയാനോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ശക്തി ക്ഷയിക്കാനോ സാധ്യതയുണ്ട്. ആ സമയത്ത് മറ്റവർ വന്ന് വീണ്ടും എന്ത് ചെയ്യും? കാബത്തുള്ള പിടിച്ചടക്കും, അതുപോലെ തന്നെ അല്ലെങ്കിൽ മദീന പിടിച്ചടക്കും. ഇതിനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ജസീറത്തുൽ അറബ്, അതായത് അറബ് ഉപദ്വീപുകളിൽ നിന്ന് ബാക്കിയുള്ളവരെ പുറത്താക്കി അവിടെ മുസ്ലിമീങ്ങൾ മാത്രം വരണം എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങൾക്ക് മാത്രമാകുക, ബാക്കിയുള്ളവർ ആ ഉപദ്വീപുകൾക്ക് വെളിയിൽ എന്ത് ചെയ്യുക? താമസിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആയത്തിലാണ് ഈ വിഷയം വരുന്നത്. തുടക്കം തന്നെ, ഈ സൂറത്തിൻ്റെ തുടക്കം തന്നെ അതാണ്, ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി എന്ന് വെച്ചാൽ എല്ലാ ബാധ്യതകളും ഒഴിവാകുകയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും മുശ്രിക്കീങ്ങളുമായി ചെയ്ത എല്ലാ കരാറുകളും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഇനി തുടർന്ന് പറയുന്ന ആയത്തുകളിൽ പരാമർശിക്കുന്നത് മുശ്രിക്കീങ്ങളുമായുള്ള കരാറുമായി ബന്ധപ്പെട്ട 4 വിഭാഗം ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്നാമത്തത് മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും ഒരു സന്ധിയിലും ഏർപ്പെട്ടിട്ടില്ല. കാരണം ഇസ്ലാമിക ഫതഹ് മക്ക സംഭവിച്ചെങ്കിലും അവിടെ ആ പ്രദേശത്തുള്ള മറ്റുള്ള പ്രദേശത്തും വെളിയിലുള്ള പ്രദേശത്തുള്ള മുശ്രിക്കീങ്ങളും മുസ്ലിമീങ്ങളും ഒക്കെ ആയിട്ട് ഒരു സന്ധിയിലും ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരുമായിട്ട് പറയുകയാണ്, 4 മാസം ടൈം നിങ്ങൾക്കുണ്ട്. 4 മാസത്തിനുള്ളിൽ ഒന്നുകിൽ നിങ്ങൾ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരിക, അതല്ല എങ്കിൽ നിങ്ങളുടെ സ്ഥലം നിങ്ങൾ വിട്ടു മാറുക. ജസീറത്തുൽ അറബ് വിട്ട് മാറുക മുശ്രിക്കീങ്ങളോട് പറഞ്ഞ ഒരു വിഷയമാണ്. രണ്ടാമത്തത് സന്ധി ഉണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് അതിനൊരു കാലയളവ് പറയപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു വിഭാഗമുണ്ടായിരുന്നു. പരസ്പരം മുസ്ലിമീങ്ങളുമായിട്ട് അവർ സന്ധിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് എത്ര കാലം വരെ എന്ന് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരോടും പറഞ്ഞു 4 മാസം കാലയളവാണ് നിങ്ങളുമായിട്ട് നമ്മുടെ സന്ധിയിലുള്ളത് എന്ന് പറയുന്നു. മൂന്നാമത്തത് സന്ധി കൃത്യമായി അവരുമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ സന്ധി ഒരിക്കലും അവർ പാലിച്ചിട്ടില്ല. അവർ പല രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട്? ലംഘനം നടത്തിയിട്ടുണ്ട്. സന്ധിയിൽ പറഞ്ഞ കരാറുകൾ ലംഘിക്കുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രഖ്യാപിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ജമാഅത്ത് ഹജ്ജിന് പോകുന്ന സമയത്താണ്. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് പ്രഖ്യാപിക്കുന്നത്. ഈ ആയത്ത് അലി റളിയല്ലാഹു തആല അൻഹു ആണ് മക്ക മുശ്രിക്കീങ്ങളുടെ മുമ്പിൽ ഈ ആയത്ത് ഓതുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അത് അഷ്ഹുറുൽ ഹുറും കഴിയുന്നതോടുകൂടെ നിങ്ങളുമായിട്ടുള്ള എല്ലാ ഇതും തീരും, നിങ്ങളുമായിട്ട് ഇനി സന്ധിക്കില്ല. കാരണം സന്ധിയിലുള്ള കരാറുകളെ ലംഘിച്ചവരാണവർ. പക്ഷെ എന്നാൽ അവർക്കൊരു അവസരം കൊടുത്തു. പവിത്രമാക്കപ്പെട്ട മാസം, അതായത് 4 മാസം പവിത്രമാക്കപ്പെട്ടതാണ്. അതിനകത്ത് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നൊന്ന് റജബ്. അപ്പോൾ ഇതിലിപ്പോൾ ദുൽഹജ്ജ മാസമാണ് ഈ പറയപ്പെട്ട വിളംബരം നടത്തുന്നത്. അപ്പോൾ അതിനുശേഷം മുഹറം വരുന്നുണ്ട്. അപ്പോൾ മുഹറം തീരുന്നതോടുകൂടെ നിങ്ങളുമായിട്ടുള്ള എല്ലാ കരാറുകളും അവസാനിക്കുകയാണ്. അതിനുശേഷം നിങ്ങളുമായിട്ട് എന്ത് ചെയ്യാം? ഞങ്ങൾ ഏത് സമയത്തും നിങ്ങൾ ഒന്നുകിൽ ദീനിലേക്ക് കടക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസീറത്തുൽ അറബ് വിട്ടു പോകുക. അതിനുശേഷം 4ാമത്തെ ജമാഅത്ത് കൃത്യമായി കാലയളവ് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി ഇത്ര കാലയളവ് നിങ്ങളും തമ്മിൽ സന്ധിയിലാണ്, ഈ 10 വർഷം അല്ലെങ്കിൽ 5 വർഷക്കാലം നിങ്ങളും തമ്മിൽ യാതൊരു യുദ്ധവുമില്ല എന്ന് സന്ധിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരോട് ആ കാലയളവ് പൂർത്തിയാക്കാനുള്ള അനുവാദം കൊടുക്കുന്നു. ആ കാലയളവ് പൂർത്തിയാക്കുന്നത് വരെ അവരുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. ഇത് ജസീറത്തുൽ അറബിൽ മാത്രമാണ്. വേറെ എവിടെയെങ്കിലും ഇസ്ലാമിക ഭരണമുണ്ട് എങ്കിൽ അവിടെ നിന്ന് ഈ പറയപ്പെട്ട മുസ്ലിമീങ്ങളല്ലാത്തവരെ പുറത്താക്കാൻ നമുക്ക് അനുവാദമില്ല. അറബ് മാത്രം, അതായത് അത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ ഒരുപാടുള്ളതാണ്. അതുകൊണ്ട് ഏത് സമയത്തും
മുസ്ലിമീങ്ങൾ അവിടെ എന്താകാൻ പാടില്ല, പ്രതികൂല സാഹചര്യത്തിൽ വരാൻ പാടില്ല എന്നതിൻ്റെ പേരിൽ ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ എന്ത് ചെയ്തതാണ്, ഈ പറയപ്പെട്ട മുസ്ലിമീങ്ങളല്ലാത്തവരെ ജസീറത്തുൽ അറബിൽ നിന്ന് പുറത്താക്കിയതാണ്. അതേസമയം വേറെ പല സ്ഥലങ്ങളിലും ഖിലാഫത്ത്, ഇപ്പോൾ കൂഫയിൽ അതിനുശേഷം ഒട്ടമാൻ ഖിലാഫത്ത് തുർക്കിയിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ഈ പറയപ്പെട്ട മുസ്ലിമീങ്ങളല്ലാത്തവരെ അവരുടെ പ്രദേശത്ത് നിന്ന് ഒരിക്കലും, അവരുടെ പ്രവിശ്യയിൽ നിന്ന് ഒരിക്കലും പുറത്താക്കാനുള്ള അനുവാദം ഉണ്ടാകില്ല. ഇതാണ് മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ടത്. അതിനുശേഷം രണ്ടാമത്തെ ഘട്ടം മുസ്ലിമീങ്ങളല്ലാത്ത അഹ്ലു കിതാബിനെ പുറത്താക്കുന്നതാണ്. അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നില്ല. തങ്ങൾ ആഗ്രഹിച്ചിരുന്നു, ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും, തങ്ങളത് പറഞ്ഞിരുന്നു, ഞാൻ അത് പുറത്താക്കുമെന്നും പറഞ്ഞിരുന്നു. അത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് നടന്നത്. കാരണം നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഭരണം ജസീറത്തുൽ അറബിൻ്റെ വെളിയിലോട്ട് പോയിട്ടില്ല. ഇപ്പോൾ വെളിയിലോട്ട് പോകാതെ ഇസ്ലാമിൻ്റെ പ്രവിശ്യയിൽ തന്നെ ഇവരെ താമസിപ്പിക്കണമല്ലോ. കാരണം ഇവർ ഇസ്ലാമിക രാജ്യത്തിൻ്റെ സിറ്റിസണാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്തു പോകാത്തത് കൊണ്ട് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നില്ല. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് വന്നു. പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു, പ്രവിശ്യ വലുതായി. അപ്പം ജസീറത്തുൽ അറബ് ഉപദ്വീപുകളുടെ വെളിയിലേക്ക് ഇസ്ലാമിൻ്റെ ഭരണമെത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അഹ്ലു കിതാബിനെ എന്ത് ചെയ്തു, ഈ സവാദുൽ ഇറാഖ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അവരെ എന്ത് ചെയ്തു, മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് ഈ ആയത്തിൽ ഇങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിലുള്ള എല്ലാ ഉത്തരവാദിത്വം, എല്ലാ ബാധ്യതകളും, മുശ്രിക്കുകളുമായിട്ടുള്ള എല്ലാ ബാധ്യതകളും ഒഴിഞ്ഞു എന്നത് ആണ് ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗം. ഇതിൻ്റെ പേരിലാണ് ഈ സൂറത്തിന് ബറാഅത്ത് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ സൂറത്തിനകത്ത് വലിയൊരു വിഷയം തന്നെയുണ്ട്. തബൂക്ക് യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടൊരു യുദ്ധമുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാത്ത കുറച്ച് സഹാബാക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അവരെ ഊരുവിലക്കുകയും അങ്ങനെ ആ ഊരുവിലക്കിയതിൻ്റെ പേരിൽ അവർ കുറേ നാൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും അവസാനം അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കുകയൊക്കെ ചെയ്ത സംഭവമാണ്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തു തൗബ എന്ന് പറയുന്നത്. അപ്പം ഈ സൂറത്തിൻ്റെ പ്രമേയം തന്നെ ആദ്യം ഇതാണ് വിഷയം. സൂറത്ത് തൗബയുടെ പ്രമേയം തന്നെ ആദ്യം ഇങ്ങനെയുള്ള മുശ്രിക്കീങ്ങളുമായുള്ള എല്ലാ ബാധ്യതകളും ഒഴിഞ്ഞു എന്ന് വിളംബരം നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബനു ഹവാസിൻ ഗോത്രക്കാരുടെ അവർ ശത്രുക്കളെ ഒരുമിച്ച് കൂട്ടി ആ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അപ്പോൾ അത് ഫതഹ് മക്കയ്ക്ക് ശേഷം ഉടനെ ഉണ്ടായ യുദ്ധമാണ്. 12,000 സഹാബാക്കൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തു. ശത്രുഭാഷത്ത് 24,000 ആയിരുന്നു. പക്ഷെ സഹാബാക്കൾക്ക് ആ സമയത്ത് ചെറിയ ഒരു ഉള്ളിലൊരിതുണ്ടായിരുന്നു, ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മൾ 12,000 പേരുണ്ട്, ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല എന്ന്. അതുകൊണ്ട് അതിൻ്റെ തുടക്ക സമയത്ത് ആ യുദ്ധത്തിൻ്റെ അവരൊരു ചെരുവിലൂടെ, മലഞ്ചെരുവിലൂടെ നടന്നു പോയ സമയത്ത് ഹവാസിൻ്റെ ശത്രുക്കൾ വന്നുകൊണ്ട് അമ്പ് ചെയ്യുകയും ഇവർ ഛിന്ന ഭിന്നമായി അങ്ങോട്ടും പുറകോട്ടൊക്കെ ഓടി രക്ഷപ്പെടുകയൊക്കെ ചെയ്യുകയും പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ശബ്ദത്തിൽ പോയവരെ തിരിച്ചു വിളിക്കാൻ പറയുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ ശബ്ദത്തിൽ വിളിക്കുകയും എല്ലാവരും ഈയാം പാറ്റകളെ പോലെ ഒരുമിച്ച് കൂടുകയും പിന്നെ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ആ യുദ്ധത്തിൽ ഒരുപാട് ഗനീമത്ത് സ്വത്ത്. അപ്പോൾ അതിൻ്റെ നേതാവ് തന്നെ മാലിക് ബിൻ ഔഫ് എന്ന് പറയും. അയാൾ അദ്ദേഹത്തിൻ്റെ കുടുംബവും സ്വത്തുക്കളും എല്ലാം ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗനീമത്ത് സ്വത്ത് കണ്ടമാനം ഈ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ലഭിച്ചു. അങ്ങനെ എല്ലാവരും തിരിച്ചു മദീനയിലേക്ക് വന്നു. മദീനയിലേക്ക് വന്നപ്പോൾ ഇനി ഇസ്ലാമിക ഭരണമാണ്, ഏകദേശം എല്ലാ യുദ്ധവും ഒതുങ്ങി സമാധാനമായി എന്ന് ഉള്ള ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് അടുത്ത യുദ്ധത്തിലേക്കുള്ള ഏലാൻ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം അറിയിക്കപ്പെടുകയാണ്. റോം അന്നുണ്ടായിരുന്ന, ഇതിപ്പം ഏകദേശം അറേബ്യൻ ഉപദ്വീപിൽ മാത്രം ഒതുങ്ങുന്നതാണ്. ഇനി അടുത്ത 2 സാമ്രാജ്യങ്ങളുണ്ട്, ഫാരിസ് റോം എന്ന് പറയുന്ന 2 വലിയ സാമ്രാജ്യം. അപ്പോൾ അതിൽ റോം ചക്രവർത്തി മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവർ പട്ടാളത്തെ അയച്ചിട്ടുണ്ട്. മാത്രമല്ല പട്ടാളക്കാർക്ക് 1 വർഷത്തേക്കുള്ള മുഴുവൻ സാലറിയും നേരത്തെ കൊടുത്തു എന്നൊക്കെയുള്ള വിവരങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയുകയാണ്. അപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നു, ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സംഘം അവരെ അറ്റാക്ക് ചെയ്യാൻ പോകണം എന്നാഗ്രഹിക്കുന്നു. അങ്ങനെ ശക്തമായ ഉഷ്ണമുള്ള ഒരു സമയം, ഭയങ്കര ചൂട് സമയം, ആ സമയത്ത് സഹാബാക്കൾ തയ്യാറാകാൻ വേണ്ടി പറയുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു മുമ്പ് ഒരു യുദ്ധത്തിൽ പോകുമ്പോഴും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും സഹാബാക്കളോട് പറയില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നേരത്തെ പറഞ്ഞു. ഇത് റോമുമായിട്ടാണ് യുദ്ധമെന്നും
അപ്പം അതിനു വേണ്ടി എല്ലാവരെയും തയ്യാറാകാൻ വേണ്ടി പറയുകയാണ്. ഒരുപാട് പ്രതികൂല സാഹചര്യമായിരുന്നു. പക്ഷേ സഹാബാക്കൾ, മുനാഫിക്കീങ്ങളല്ലാത്ത സഹാബാക്കൾ എല്ലാവരും തയ്യാറായി. ആ സമയത്ത് ഈത്തപ്പനകൾ നല്ലതുപോലെ കായ്ച്ചു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവർക്ക് വിളവെടുക്കണം. കാരണം ഒരു വർഷത്തേക്കുള്ള അവരുടെ ജീവിതം മുഴുവനും ഈ പറയപ്പെട്ട വിളവിനെ ആശ്രയിച്ചാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യമുണ്ട്. പക്ഷേ അത് വിളവെടുക്കാൻ പറ്റുന്നില്ല. യുദ്ധത്തിന് പുറപ്പെടാനാണ് കൽപ്പന വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ യുദ്ധം ചെയ്യേണ്ടത് ആരെയോടാണ്? സാധാരണ ഇതുവരെ ചെയ്ത ചെറിയ ജമാഅത്തൊന്നുമല്ല, വലിയ ഒരു റോം സാമ്രാജ്യമാണ്. അപ്പോൾ റോം സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ പട്ടാളമാണ് അവരുടെ പക്കലുള്ളത്. അവരോടാണ് യുദ്ധം ചെയ്യാൻ പോകേണ്ടത്. ഇത് ചെറിയ നിസ്സാരമായ കാര്യമല്ല. അതുപോലെ തന്നെ അതിൻ്റെ ടൈം ശക്തമായ ചൂടുള്ള സമയമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിക്ക് ഉത്തരം കിട്ടി. സഹാബാക്കൾ എല്ലാവരും പുറപ്പെട്ടു. അപ്പോൾ അതിനകത്ത് ചില മാധുര്യങ്ങളായ സഹാബാക്കളുണ്ട്. ആ വിഷയം പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. അവരാഗ്രഹിച്ചു യുദ്ധത്തിന് പോകാൻ വേണ്ടി, പറ്റാത്തതിൻ്റെ പേരിൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു എന്ന വിഷയം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജമാഅത്ത് പിന്നെ പോകാം, നമുക്ക് കുതിരയുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യാം, ആ സംഘത്തോടൊപ്പം ചേരാം എന്നുള്ള ഒരു രീതിയിൽ കുറച്ചൊക്കെ എന്ത് ചെയ്തു, താമസം കാട്ടി. പക്ഷെ അവരൊക്കെ ജമാഅത്തൊക്കെ നബി തങ്ങളുടെ പട്ടാളത്തോട്, ആ സംഘത്തോടൊപ്പം ചേർന്നു. 3 പേര് അതിൽ ചേർന്നില്ല. 3 പേര് ആ സംഘത്തിൽ ചേർന്നില്ല. അവർ നാളെ പോകാം, മറ്റന്നാൾ പോകാം എന്ന് വിചാരിച്ചു കൊണ്ട് എന്ത് ചെയ്തു, ഇത് നീട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നീട്ടിയ ആ 3 പേരുടെ വിഷയത്തിൽ ആണ് ഈ സൂറത്തിൽ പ്രധാനപ്പെട്ട അവരെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുകയും അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗമാണുള്ളത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്ത് തൗബ എന്നും പേരുള്ളത്. കാബ് ബിൻ മാലിക്, മുറാറത്ത് ബിൻ റബിയ, ഹിലാൽ ബിൻ ഉമയ്യ, ഈ 3 സഹാബാക്കളാണ് ഈ യുദ്ധത്തിൽ മടി കാരണം, അല്ലെങ്കിൽ മാനസികമായിട്ട് അവർ തയ്യാറായില്ല, അതിൻ്റെ പേരിൽ പിന്തി. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ റോം ചക്രവർത്തി അറിയുകയാണ്, മുസ്ലിം പട്ടാളം നമ്മളെ ആക്രമിക്കാൻ വരുന്നു എന്നറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെ മുഴുവനും പിൻവലിക്കുന്ന രംഗമാണ് ഉണ്ടായത്. അങ്ങനെ യുദ്ധം ഉണ്ടായില്ല. ഉണ്ടാകാതെ തന്നെ മുസ്ലിമീങ്ങൾ തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് ഓരോ സഹാബാക്കളും തിരിച്ചു വരുന്ന സമയത്ത് നബിതങ്ങളെ കാണാൻ വേണ്ടി യുദ്ധത്തിൽ പങ്കെടുക്കാത്ത മുനാഫിക്കുകൾ ഓരോരുത്തർ വന്ന് പല പല കാരണങ്ങൾ പറയാൻ തുടങ്ങി. വളരെ നിസ്സാരമായ കാരണങ്ങൾ, നമ്മളെ ചിരിപ്പിക്കുന്ന കാരണങ്ങൾ വരെ പറഞ്ഞു. ചിലർ പറഞ്ഞു, റോമിലെ സ്ത്രീകളെ കണ്ടാൽ ഞങ്ങളുടെ കൺട്രോൾ പോകും. ഈ രീതിയിലുള്ള വളരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും ഞങ്ങൾ യുദ്ധത്തിൽ വരാത്തതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് നബിതങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു, ഒഴിവുകൾ പറഞ്ഞ് മാറുകയുണ്ടായി. ഈ സമയത്ത് ഈ 3 സഹാബാക്കൾ അവർ വന്നുകൊണ്ട് സത്യം പോലെ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു, ഞങ്ങൾ പക്ഷേ വന്നില്ല നബി പറഞ്ഞു. അപ്പം നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു തീരുമാനമെടുക്കുമെന്ന് പറയുകയും അങ്ങനെ ഏകദേശം 30 ദിവസക്കാലം ഇവരുടെ വിഷയത്തിൽ ഇവരോട് ആരും മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥത്തിൽ സഹാബാക്കൾ ആരും തന്നെ മദീനയിൽ ഇവരോട് സംസാരിക്കാതെ 30 ദിവസം ഇവരിങ്ങനെ കഴിഞ്ഞുകൂടി. അതിനുശേഷം വീണ്ടും അടുത്ത നിർദ്ദേശം വരുന്നു, ഭാര്യമാരുമായിട്ട് മാറി നിൽക്കണമെന്ന്. അങ്ങനെ വീണ്ടും 10 ദിവസം ഭാര്യമാരുമായിട്ട് മാറി നിൽക്കുന്നൊരവസ്ഥ. അങ്ങനെ ഏകദേശം 40 ദിവസം ഇവർക്ക് യാതനയും ത്യാഗവുമായിരുന്നു. കാരണം മദീനയിൽ ഒരാളോട് സലാം പറഞ്ഞാൽ മടക്കൂല. ആ അവസ്ഥത്തിൽ ഭൂമി അവർക്ക് ഇടുക്കമായി എന്നാണ്, വിശാലമായ ഈ ഭൂമി അവർക്ക് ഇടുക്കമായി പോയി എന്നാണ്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിച്ചു. അപ്പോൾ അതും ഈ സൂറത്തിൽ പരാമർശിക്കുന്ന വിഷയമാണ്. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.